ഈ വർഷത്തെ ടോപ്പ് സെയിൽ ഫോണുകളുടെ ലിസ്റ്റിലുള്ള രണ്ട് ഫോണുകളാണ്. ഒന്ന് റെഡ്മി നോട്ട് 5 പ്രോ, മറ്റൊന്ന് Asus Zenfone Max Pro M1. ഇതിൽ റെഡ്മി നോട്ട് 5 പ്രോയ്ക്ക് ശേഷം റെഡ്മി നോട്ട് 6 പ്രോ ഇപ്പോൾ വിപണിയിലെത്തിയിട്ടുണ്ട്. അതേപോലെ Asus Zenfone Max Pro M1ന് ശേഷം Asus Zenfone Max Pro M2 ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഈ ഫോണിന്റെ സെയിൽ ഡിസംബർ 18 മുതൽ ഫ്ലിപ്കാർട്ടിൽ ആരംഭിക്കുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. Asus Zenfone Max Pro M1 എന്ന് പറയുന്ന ഫോണിൽ നിന്നും കുറെ ഏറെ മാറ്റങ്ങളോടുകൂടിയാണ് M2 വിപണിയിലെത്തിയിരിക്കുന്നത്. M2ന്റെ 3 വേരിയന്റ് അവൈലബിൾ ആണ്. 3GB റാമിൽ 32GB ഇന്റർണൽ സ്റ്റോറേജ്, 4GB റാമിൽ 64GB ഇന്റർണൽ സ്റ്റോറേജ്, അതേപോലെ തന്നെ 6GB റാമിൽ 64GB ഇന്റർണൽ സ്റ്റോറേജോട് കൂടിയ ഒരു വേരിയന്റും അവൈലബിൾ ആണ്. ആദ്യം നമുക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കാം. 6.26 ഇഞ്ചോട് കൂടിയ ഫുൾ HD ഡിസ്പ്ലേ ആണ് M2ൽ ലഭിക്കുക. M1ലും നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ ആയിരുന്നു ലഭിച്ചത്, എന്നാൽ നോച്ച് ഡിസ്പ്ലേ അല്ലായിരുന്നു. M2ൽ നമുക്കൊരു നോച്ച് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഈ നോച്ച് ഡിസ്പ്ലേയിൽ നോച്ചിനുള്ളിൽ നിങ്ങൾക്ക് പ്രോക്സിമിറ്റി സെൻസർ, LED ഫ്ലാഷ്, അതിനോടൊപ്പം തന്നെ സ്പീക്കർ തുടങ്ങിയ കാര്യങ്ങൾ നോച്ച് ഏരിയയിൽ ലഭിക്കും. ഇതിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ 88% ആണ്. Asus Zenfone Max Proയിൽ നിങ്ങൾക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6 ആണ് ലഭിക്കുന്നത്. അടുത്തതിന്റെ ബാറ്ററിയാണ് 5000 mAh ആണ് ഇതിന്റെ ബാറ്ററി. ഈ ഫോണിന്റെ വെയിറ്റ് 175 ഗ്രാം ആണ്. ഇത്രയും വലിയൊരു ബാറ്ററി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വെയിറ്റ് അത്ര കൂടുതലായിട്ട് തോന്നില്ല. 175 ഗ്രാം മാത്രമേ ഈ ഫോണിന് വെയിറ്റ് ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പ്രോസസർ സൈഡ് ഒന്ന് നോക്കാം. ഇതിൽ Qualcomm Snapdragon 660 പ്രോസസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. GPU Adreno 512 ആണ്. 14 നാനോമീറ്ററിന്റെ ഫിൻഫിറ്റ് ടെക്നോളജിയാണ് ഇതിൽ ലഭിക്കുക. Asus Zenfone Max Pro M1ൽ Snapdragon 636 പ്രോസസർ ആയിരുന്നു. നല്ല പെർഫോമൻസ് നൽകുന്ന ഒരു പ്രോസസർ ആയിരുന്നു 636. അതിൽ നിന്നും M2ലേക്ക് വന്നപ്പോൾ 660 പ്രോസസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിപണിയിൽ ഈ ഫോണുമായി മത്സരിക്കുന്ന മറ്റ് കമ്പനികളുടെ മൊബൈൽ ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രോസസർ സൈഡ് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. Snapdragon 660 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റെഡ്മി നോട്ട് 5 പ്രോയിൽ ഏത് പ്രോസസറാണോ ഉപയോഗിച്ചിരുന്നത് അതേ സെയിം പ്രോസസറോട് കൂടിയാണ് റെഡ്മി നോട്ട് 6 പ്രോയും വന്നത്. എന്നാൽ M1ൽ നിന്നും M2ൽ എത്തിയപ്പോൾ നമുക്ക് Snapdragon 660 പ്രോസസറാണ് ലഭിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് നൽകുന്ന പ്രോസസറാണ് Snapdragon 660. ഇതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് ഓറിയോ 8.1 ആണ്. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ആണ് Asus Zenfone Max Pro M2. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷനുകൾ ഒന്നും കാണത്തില്ല. ഫേസ്ബുക്കോ യൂട്യൂബോ മെസ്സഞ്ചറോ മാത്രമേ ഇതിൻ്റെ അതിൽ എൻബിൽഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ലഭിക്കൂ. ഒരു പ്യൂർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും Asus Zenfone Max Pro M2ൽ നിങ്ങൾക്ക് ലഭിക്കുക. ഈ ഫോൺ വരുന്നത് ഓറിയോ 8.1 അപ്ഡേറ്റിലാണ്. എന്നാൽ കമ്പനി പറയുന്നത് ജനുവരി ആദ്യത്തോടു കൂടി ഇതിൽ ആൻഡ്രോയിഡ് പൈ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. ഞാൻ Asus Zenfone Max Pro M1 ഉപയോഗിക്കുന്നുണ്ട്. ആ ഫോണിലാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ആയതുകൊണ്ട് ഗൂഗിളിന്റെ എല്ലാ അപ്ഡേറ്റുകളും കറക്റ്റ് ടൈമിൽ നമുക്ക് ലഭിക്കും. അടുത്തതിന്റെ ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ 13 മെഗാ പിക്സലിന്റെ 2.0 അപ്പർച്ചറോട് കൂടിയുള്ള ക്യാമറ ലഭിക്കും. ബ്യൂട്ടി മോഡും പോർട്രേറ്റ് മോഡും ഒക്കെ ഫ്രണ്ട് ക്യാമറയിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് EIS എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോൺ വാങ്ങുമ്പോൾ ആ ഒരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കത്തില്ല. ഫ്രണ്ട് ക്യാമറയിൽ EIS എനേബിൾ ചെയ്ത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആയിരിക്കത്തില്ല. എന്നാൽ അടുത്ത അപ്ഡേറ്റിൽ EIS എനേബിൾ ആയിട്ടുള്ള ഫ്രണ്ട് ക്യാമറ വീഡിയോകൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ബാക്ക് സൈഡിൽ 2 ക്യാമറകളുണ്ട്. ഒന്ന് 12 മെഗാ പിക്സലിന്റെ 1.8 അപ്പർച്ചറോട് കൂടിയ ക്യാമറ, അതിനോടൊപ്പം തന്നെ 5 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയോടെ ബാക്ക് സൈഡിൽ ലഭിക്കുന്നതാണ്. Asusന്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ Asus Zenfone Max Pro M1ൽ ക്യാമറയുടെ കാര്യത്തിൽ ഒത്തിരി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. Asus Zenfone Max Pro M1 എന്ന് പറയുന്ന ഫോണിൽ കുറെ അപ്ഡേറ്റിലൂടെ കുറെ ഇംപ്രൂവ്മെന്റ് ക്യാമറയിൽ Asus കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ആ പ്രൈസ് റേഞ്ചിലുള്ള അല്ലെങ്കിൽ അതുമായിട്ട് മത്സരിക്കുന്ന മറ്റ് കമ്പനികളുടെ ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Asus Zenfone Max Pro M1 എന്ന് പറയുന്ന ഫോണിലെ ക്യാമറ അത്ര ബെറ്റർ ക്വാളിറ്റി ഉള്ള ക്യാമറ ആയിരുന്നില്ല. എന്നാൽ Asus Zenfone Max Pro M2ലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ ക്യാമറയുടെ പെർഫോമൻസ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കി ഉപയോഗിച്ചതിന് ശേഷമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഒരു ബെറ്റർ ക്യാമറ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഫോണിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ഫോണിൽ നിങ്ങൾക്ക് ഫേസ് അൺലോക്ക് ഉണ്ട്. ഡ്യുവൽ 4G സപ്പോർട്ടഡ് ആണ് ഫോൺ. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇതിൽ നിങ്ങൾക്ക് ഡ്യുവൽ സിമ്മിനോടൊപ്പം തന്നെ മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. 2TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്ന മെമ്മറി സ്ലോട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ Asus Zenfone Max Pro
M2 റെഡ്മി നോട്ട് 6 പ്രോയുമായിട്ടൊരു നല്ല മത്സരം കാഴ്ചവെക്കും. Asus Zenfone Max 2 M2ന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12,999 രൂപയിൽ നിന്നുമാണ്. അതായത് 3GB വേരിയന്റിൽ 32GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഫോണിന് 12,999 ആണ്. ഇനി 4GB വേരിയന്റിൽ 64GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഫോണിന്റെ വില 14,999 ആണ്. 6GB വേരിയന്റിൽ 64GB ഇന്റർണൽ സ്റ്റോറേജോട് കൂടിയ ഫോണിന്റെ വില 16,999 ആണ്. Asus Zenfone Max Pro M2 നല്ലൊരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്, കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ലഭിക്കുന്നുണ്ട്, 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും Asus Zenfone Max Pro M2 ലഭിക്കും. 14,000 തൊട്ട് 17,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് മൊബൈൽ ഫോണുകൾ അവൈലബിൾ ആണ്. ആ കൂട്ടത്തിലേക്ക് ഒരു ഫോണൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന വ്യക്തിക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഫോണൂടെ വിപണിയിൽ എത്തിയിരിക്കുകയാണ്. എന്നാലും ഫോൺ വാങ്ങിയതിനു ശേഷം ഇതിന്റെ അൺബോക്സിംഗ് ഇടാം. അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യണം. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ Asus Zenfone Max Pro M2 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ പ്രൈസ് റേഞ്ചിൽ 14,000-നും 17,000-നും ഇടയിലുള്ള പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന മറ്റ് കമ്പനികളുടെ ഫോണുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.